നമസ്കാരം. അയോധ്യയിലെ കോടികളുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെളിയുന്നത് കള്ളൻ കപ്പലിൽ തന്നെ. കേസ് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അന്വേഷണത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ഞെട്ടിക്കുന്നതാണ്. പണമെണ്ണുന്ന ജീവനക്കാർ തന്നെയായിരുന്നു ഇതിലെ മുഖ്യപ്രതികൾ. പണമെണ്ണുന്ന ജീവനക്കാർ അതീവ രഹസ്യമായി കോടികൾ തട്ടിയെടുത്തത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും അനിൽ മിശ്രയുടെയും രാജിയിലേക്ക് നയിച്ച സംഭാവന വെട്ടിപ്പ് കേസിലെ പ്രതികളുടെ തട്ടിപ്പ് രീതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയുമാണ്. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് തട്ടിപ്പിനെക്കുറിച്ച് ആദ്യ സൂചന ലഭിക്കുന്നത്. പതിവായി കാണിക്കവഞ്ചികൾ തുറന്ന് പണം മാറ്റുന്ന പ്രക്രിയ പരിശോധിച്ചപ്പോഴാണ് ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണയായി ക്ഷേത്രത്തിലെ ഒരു കാണിക്കവഞ്ചിയിൽ മാത്രം 6 മുതൽ 7 ലക്ഷം രൂപ വരെ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ വലിയ കുറവുണ്ടാകുന്നതായി കണ്ടെത്തി. ഇതോടെ സംശയം ബലപ്പെട്ട ട്രസ്റ്റ് അധികൃതർ പണം എണ്ണുന്ന മുറിയിൽ ആരും അറിയാതെ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചു. ഈ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികളുടെ ആസൂത്രിത നീക്കങ്ങൾ പുറത്തായത്. പ്രധാനമായും 2 രീതിയിലായിരുന്നു കവർച്ച. പണം എണ്ണുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ജീവനക്കാരിൽ ഒരാൾ മുറിയിലെ CCTV ക്യാമറ മറയ്ക്കാൻ പാകത്തിൽ അതിന് മുന്നിൽ തിരിഞ്ഞു നിൽക്കും. ഇതേസമയം കൂടെയുള്ളയാൾ നോട്ടുകെട്ടുകളിൽ നിന്ന് വൻതുക കൈക്കലാക്കി വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കായിരുന്നു പതിവ്. ബാങ്കിലേക്ക് പണം അയക്കുന്നതിന് മുൻപ് ഇവർ ഓരോ നോട്ടുകെട്ടിലും അധിക നോട്ടുകൾ തിരികെ കയറ്റും. ആകെ കെട്ടുകളുടെ എണ്ണം മാത്രം നോക്കി ഉദ്യോഗസ്ഥർ വൗച്ചർ ഒപ്പിടുമ്പോൾ ഓരോ കെട്ടിലുമുള്ള നോട്ടുകളുടെ എണ്ണം കൃത്യമായി പരിശോധിക്കാറില്ലായിരുന്നു. മോഷണത്തിന് ശേഷം തുക ആദ്യം ക്ഷേത്ര സമുച്ചയത്തിനകത്തുള്ള ശുചിമുറിയിലാണ് ഒളിപ്പിച്ചിരുന്നത്. പിന്നീട് അനുയോജ്യമായ അവസരം നോക്കി പ്രതികൾ ഈ പണം ക്ഷേത്രവളപ്പിന് പുറത്തേക്ക് കടത്തുകയും മറ്റൊരു സ്ഥലത്ത് വെച്ച് വീതം വെക്കുകയുമായിരുന്നു. 2024 ക്ഷേത്രം ഭക്തർക്കായി തുറന്നതു മുതൽ ഈ തട്ടിപ്പ് സംഘം സജീവമായിരുന്നുവെന്നാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ വർഷം ഏപ്രിൽ 27-നും ജൂൺ 5-നും ഇടയിൽ മാത്രം 70ഓളം മോഷണങ്ങൾ നടന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളായ ടിനു യാദവ്, സുഭാഷ് ശ്രീവാസ്തവ എന്നിവരെ ചോദ്യം ചെയ്തതിലൂടെ നിരവധി ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പേരുകളും പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 7 മുതൽ 7.5 കോടി രൂപ വരെ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായ കണക്കുകൾക്കായി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. ഇതുവരെ പ്രതികളിൽ നിന്ന് ഏകദേശം 70 ലക്ഷത്തോളം രൂപ മാത്രമാണ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്തിമമായി വീണ്ടെടുക്കുന്ന തുക ഇതിലും ഉയർന്നതായിരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. തട്ടിപ്പിൽ പങ്കുള്ള നിരവധി സർക്കാർ ജീവനക്കാർക്കെതിരെയും ഉടൻ നടപടിയുണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. പണം എണ്ണുന്നതിന്റെ ചുമതലയിലുണ്ടായിരുന്ന 6 ക്ഷേത്ര ജീവനക്കാർ ഉൾപ്പെടെ 8 പ്രതികളുടെ പേരുകളാണ് SITയുടെ ഇടക്കാല റിപ്പോർട്ടിലുള്ളത്. അനുകൽ മിശ്ര, ലവ്കുഷ് മിശ്ര, മനീഷ് കുമാർ യാദവ്, കരുണേഷ് പാണ്ഡെ, രമാശങ്കർ മിശ്ര, സുഭാഷ് ശ്രീവാസ്തവ, തിനു എന്ന രാംശങ്കർ യാദവ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ മിശ്രയുടെ വീട്ടിൽ നിന്ന് നേരത്തെ 10 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. മനീഷ് യാദവ് ചമ്പത് റായിയുടെ ഡ്രൈവറായ ടിനു യാദവിന്റെ സ്വാധീനത്തിലായിരുന്നു നിയമിതനായത്. ലവ്കുഷ് മിശ്ര ഭാര്യ സഹോദരനായ അനുകൽ മിശ്ര വഴിയാണ് സംഘത്തിൽ കയറിപ്പറ്റിയത്. പണമെണ്ണുന്ന ജീവനക്കാർ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ ആരും ദേഹപരിശോധന നടത്തിയിരുന്നില്ല എന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ചയായി SIT ചൂണ്ടിക്കാണിക്കുന്നു. പ്രതികളിൽ ഒരാളായ അവിനാശ് മോഷ്ടിച്ച പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിരുന്നത്. പണത്തിന് പുറമെ രാംലല്ല വിഗ്രഹത്തിന് സമർപ്പിച്ച കമ്മലുകൾ, മൂക്കുത്തികൾ, വളകൾ, പാദസരങ്ങൾ തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ കവർന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നത് തിനു യാദവും സുഭാഷ് ശ്രീവാസ്തവയുമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീവാസ്തവയാണ് മറ്റുള്ളവരെ ഈ ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്തതും പണം എണ്ണുന്നതിനുള്ള ചുമതലകൾ വിഭജിച്ച് നൽകിയതും. കഴിഞ്ഞ 3 വർഷത്തെ ക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭ്യന്തര ഓഡിറ്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ കാണിക്കവഞ്ചികളുടെ എണ്ണവും രേഖകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുള്ളതായും SIT കണ്ടെത്തി. CCTV നിരീക്ഷണത്തിലെ പോരായ്മകൾ, രേഖകൾ സൂക്ഷിക്കുന്നതിലെ വീഴ്ചകൾ, കാണിക്കകളുടെ തരംതിരിക്കലിലെ പ്രശ്നങ്ങൾ എന്നിവയും ഇടക്കാല റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നു. പ്രശ്നങ്ങൾ മുൻപേ തിരിച്ചറിഞ്ഞിട്ടും ട്രസ്റ്റ് ഫലപ്രദമായ നടപടികൾ അവഗണിച്ചുവെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ വെറും കടലാസിലൊതുങ്ങി കേവലം ഒരു ചടങ്ങായി മാറിയെന്നുമാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്.